പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവർ നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലുമായിരുന്നു കൊണ്ട് ഈശോയുടെ തിരുമുറിവിനെ, തിരുഹൃദയത്തെ, അവിടെ നമ്മളോട് ഓരോരുത്തരോടും കാണിച്ച ആ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഏതൊക്കെ ജീവിതത്തിലായിരുന്നാലും എത്രയൊക്കെ പാപത്തിൽ മുങ്ങിയാലും ആ ഒരു സ്നേഹം നമ്മൾ ഓരോ നിമിഷവും തേടി വരുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ദൈവകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതെന്നും നമ്മൾ ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെപ്പോഴും തേടി വരും. ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെന്ന് വിചിന്തനം ചെയ്യുക, നമ്മൾ ഓരോരുത്തരെയും തേടി വരുന്ന ആ കാരുണ്യത്തെ പറ്റിയിട്ടാണ്. സുവിശേഷം പലപ്പോഴും പല കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കാരുണ്യം തേടി ചെന്ന ഒത്തിരിയേറെ ആൾക്കാരെ, അവർ പഴയകാലം എന്തെന്നോ അല്ലെങ്കിൽ അവരെന്തായിരുന്നു എന്നൊന്നും പരിശോധിക്കുന്നില്ല. പക്ഷേ പിന്നീട് തിരുത്താൻ അവരോരോരുത്തരും തയ്യാറായപ്പോൾ ആ ഒരു സ്നേഹവും കാരുണ്യവും അവരോരോരുത്തരെയും തേടി വന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-20 വാക്യത്തിൽ ധൂർത്തുപുത്രൻ തൻ്റെ പാപാവസ്ഥകളും ആ സാഹചര്യങ്ങളും എല്ലാം വിട്ട് ആ ഒരു പിതാവിലേക്ക് തേടി വരുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ളൊരു കഥാപാത്ര സന്ദർശനം നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു അപ്പൻ ആ ഒരു പിതൃസ്നേഹത്തിന് അപ്പുറത്തോട്ട് കാരുണ്യത്തോടു കൂടി ആ മകൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഓർക്കുക, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ഇടങ്ങളിലും സാഹചര്യങ്ങളിലും പലപ്പോഴും നമുക്ക് പറ്റുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ പാപാവസ്ഥകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ എന്തായിരുന്നു എന്ന ചിന്തയ്ക്ക് അപ്പുറത്തോട്ട് തിരുത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ ആ സ്നേഹത്തിലേക്ക് തിരികെ പോകാൻ നമ്മളൊന്ന് മനസ്സ് തുറക്കുമ്പോൾ അവിടുന്ന് നമ്മൾ ഓരോരുത്തരും തേടിയെത്തുന്നുണ്ട്. ഒരിക്കൽ പോലും നമ്മൾ ചെയ്ത പാപത്തെ ഓർത്തോ, നമ്മൾ മുഴുകിയിരുന്ന പാപാവസ്ഥകൾ ഓർത്തോ, സാഹചര്യങ്ങളെ ഓർത്തോ അവിടുന്ന് ഒരിക്കലും നമ്മളെ വിധിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിളിക്ക് അർഹമാകാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും അയോഗ്യതയോടുകൂടി നമ്മൾ ഓരോ നിമിഷവും ആയിരിക്കുമ്പോഴും ഈ സ്നേഹവും കാരുണ്യവും നമ്മൾ ഓരോ നിമിഷവും തേടി തന്നുണ്ട്. വ്യഭിചാരിണിയായ യുവതിയെ പിടിക്കുമ്പോഴും അവൾ പഴയകാല ജീവിതത്തിലേക്കല്ല, പുതിയ ജീവിതത്തിലേക്കാണ് തമ്പുരാൻ ഉറ്റുനോക്കുന്നത്. ഇനി നീ മേലിൽ പാപം ചെയ്യരുത്. ഓരോ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ പരിശോധിക്കുമ്പോൾ അവർ പഴയകാല ജീവിതത്തെ ഒന്നും തമ്പുരാൻ നോക്കാതെ ആ ഒരു ജീവിതത്തെയോ സാഹചര്യത്തെയോ ഓർത്ത് ഒരിക്കൽ പോലും ഒരു വെറുപ്പിനൊരു അംശം പോലും കാണിക്കാതെ കാരുണ്യത്തോടു കൂടി ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് ധൂർത്തപുത്രനായാലും പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ദാവീദാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വ്യഭിചാരിണിയായ യുവതിയാണെങ്കിലും കുരിശിൽ അന്ന് അനുഭവിച്ച ആ കള്ളനാണെങ്കിൽ പോലും അവർക്ക് പഴയൊരു ജീവിതമുണ്ട്. പക്ഷേ ആ ഒരു ജീവിതത്തിലേക്കോ സാഹചര്യത്തിലേക്കോ അവരെന്തായിരുന്നു എന്നൊന്നും പരിശോധിക്കാതെ തമ്പുരാൻ അവരോരോ നിമിഷവും ഈ കാരുണ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ കാരുണ്യത്തോടുകൂടി അവരോരോരുത്തരെയും ചേർത്ത് പിടിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ജീവിതത്തിലും ഓരോ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വിധികർത്താക്കളായിട്ട് മാറുമ്പോൾ, വിധിദാതാവായിട്ട് മാറുമ്പോൾ പലപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളും ആരെയെങ്കിലും ഒരു പഴയ കാലങ്ങൾ ഓർത്ത് വിധിക്കാറുണ്ട്. ഓർക്കുക, തമ്പുരാനെ പോലെ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാരുണ്യം ചൊരിയാൻ അല്ലെങ്കിൽ കാരുണ്യം വർഷിക്കപ്പെടാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ഒരു ദൈവവിളിക്ക് അപ്പുറത്തോട്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവായിട്ട് മാറുക എന്നതാണ് സുവിശേഷം നമ്മളോട് ഓരോ നിമിഷവും പറയുക. ഓരോ സുവിശേഷകരും അവർ രീതിയിൽ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു വയ്ക്കുമ്പോൾ ഓർക്കുക,
ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിനും വേണ്ടിയിട്ടാണ് എഴുതുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആകത്തുക എന്നോണം തമ്പുരാൻ എന്നോട് എന്താണ് പറയുന്നത്? അത് അവിടുന്ന് ചെയ്തതുപോലെ തന്നെ നമ്മളും ചെയ്യാനാണ്. ഓർക്കുക, എത്രയോ സന്ദർഭങ്ങൾ, എത്രയോ സാഹചര്യങ്ങൾ തമ്പുരാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇതിന് താരതമ്യം എന്നോണം അല്ലെങ്കിൽ തുല്യം എന്നോണം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളും പല സ്ഥിതിഗതിയിലും മാറുന്നുണ്ട്. അവിടേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തമ്പുരാനെ പോലെ എനിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കരുണ ക്ഷണിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരാളെന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും നോക്കാതെ പലപ്പോഴും വിധികർത്താവായിട്ടും വിധിദാതാവായിട്ടും നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ ഓർക്കുക, നമ്മൾ ഓരോരുത്തരും വിധിക്കപ്പെട്ടവരല്ല, അല്ലെങ്കിൽ ആ ഒരു വിധിയാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ കടപ്പെട്ടവരല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഉണ്ടാകണം. ലൂക്കാ സുവിശേഷം വളരെ ഭംഗിയായിട്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഓർക്കുക, ഈശോ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുക. അതൊരു വിളിയാണ്, ഒരു പ്രേക്ഷിതത്വമാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ വായിച്ചു കേൾക്കുന്ന ഓരോ വാർത്തയിലും ഓരോ ക്രിസ്ത്യാനികളും അവരേതൊക്കെ സാഹചര്യത്തിലാണെങ്കിൽ പോലും എത്രയോ വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളം ഒന്നടങ്കം രണ്ടമ്മമാർക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴും അവർക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെടുമ്പോഴും പലപ്പോഴും മറ്റ് മതസ്ഥരായിട്ടുള്ള ഓരോ ആൾക്കാരും പറയുന്നത് അവർ എല്ലാവരോടും കരുണ കാണിച്ചു. പക്ഷേ എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് മാത്രം കരുണ വർഷിക്കപ്പെടുന്നില്ല, നീതി നിഷേധിക്കപ്പെടുന്നു? ജീവിതത്തിൻ്റേതായിട്ടുള്ള ചോദ്യങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. ആ ഒരു ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ നീതി നിഷേധിക്കപ്പെട്ടെന്ന് വരാം, സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. പക്ഷേ അവിടെയൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം പൗലോസ് ശ്ലീഹ പറയുന്നതാണ്, എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഏതൊക്കെ സാഹചര്യത്തിലും സഹനങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോയാലും എപ്പോഴും നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു നിമിഷം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മളായിരുന്നാലും എത്രയൊക്കെ വേദനകളോട് കടന്നു പോയാലും എപ്പോഴും തിരിച്ചറിയേണ്ടത്, ഈ കാരുണ്യം ഓരോ നിമിഷവും എന്നെ തേടി വരുന്നുണ്ട്. ഈ സ്നേഹം ഓരോ നിമിഷവും എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് എന്നെ തേടി വരുന്നുണ്ട്. ഞാനും അതേ പ്രേക്ഷിതനായിട്ട് മാറാൻ വിളിക്കപ്പെട്ടവളാണ്. ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ പഴയ കാലം എന്തെന്നൊന്നും പരിശോധിക്കാതെ തമ്പുരാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്, പൊതിയുന്നുണ്ട്. ഞാനും അതുപോലെ ചെയ്യാൻ കടപ്പെട്ടവനാണെന്ന് സമരിയാക്കാരുടെ ഉപമയിൽ അവിടെ കൂടിയിരിക്കുന്ന ഓരോ ആൾക്കാരോടും ആ നിയമജ്ഞരോടും തമ്പുരാൻ പറയുമ്പോൾ, സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൻ്റെ അയൽക്കാരൻ എന്തോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടാളികളായിട്ടും എൻ്റെ സഹായഹസ്തം നീട്ടിപ്പിടിക്കേണ്ടതായിട്ടുള്ള ആ ഓരോ ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ ആ ഓരോ ആൾക്കാരുടെ ഇടയിലേക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ അവരോട് കരുണ കാണിക്കുന്നുണ്ടോ എന്നാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവായിട്ട് മാറാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അവൻ സ്നേഹമാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും ആ ഒരു സ്നേഹതാനുഭവത്തിലേക്ക് ആയിരിക്കാൻ തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. തിരിച്ചറിയുക, ഈ സ്നേഹം എന്നെ തേടി വരുന്നുണ്ട്, ഞാൻ ആ സ്നേഹത്തെ തേടി പോകുന്നുണ്ടോ? ഓരോ നിമിഷവും ഈശോ എൻ്റെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞാൻ എന്തായിരുന്നു ഒന്നും തമ്പുരാൻ പരിശോധിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പഴയകാല ജീവിതം എന്തെന്നോ എൻ്റെ പാപാവസ്ഥകൾ എന്തെന്നോ പാപ സാഹചര്യങ്ങൾ എന്തെന്നും തമ്പുരാൻ ഒന്നും നോക്കുന്നില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് ഓരോ നിമിഷവും എന്നെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ നാളെ ഓർത്തിട്ടാണ്. ഓർക്കുക, ജീവിതത്തിൽ തിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷം, തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന നിമിഷം, ഓരോ നിമിഷവും അവിടെ തന്നെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ഒരു ദിവസം ഒരു ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോ ആൾക്കാർക്കും വേണ്ടി അവരുടെ ജീവിതത്തിലേക്കും ജീവിത സാഹചര്യത്തിലേക്കും
കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ഈശോ എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പലപ്പോഴും ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് ആ ഒരു സ്നേഹത്തിന് ഓരോരുത്തരും അർഹമല്ല എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തെയാണ്. നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജീവിച്ചത്? നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ സുവിശേഷമായിട്ട് മാറാൻ വിളിക്കപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്? ഞാൻ എങ്ങനെയാണ് അവിടുത്തെ മുൻപിലായിരുന്നത്? ഓർക്കുക, എൻ്റെ ജീവിതത്തെ അതൊരു തെളിവിന് അപ്പുറത്തോട്ട് ഓർക്കേണ്ടത് ഒരു സാക്ഷ്യമായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തെ ഒരു മാതൃകളാക്കി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വെട്ടാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ഈശോ തിരുകൽപ്പനയായിട്ട് നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് ചെയ്തത് നിങ്ങൾ അതേപോലെ ചെയ്യുവേ. നദിയപ്പഞ്ഞനോട് മാത്രമല്ല, ശിഷ്യന്മാരോടും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോട് പറയുന്നത് തന്നെയാണ്, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ മാതൃക. നിങ്ങളെങ്ങനെ ആയിരിക്കണമെന്നെല്ലാം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു ജീവിത മാതൃക ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൻ്റേതായിട്ടുള്ള എല്ലാ പാരണ്യത്തിലും നിങ്ങൾ എത്താൻ നിങ്ങൾ കടപ്പെട്ടവരാണോ? ഓർക്കുക, ഇന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ അവ നമ്മളോട് കാണിച്ച കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് ദിവ്യകാരുണ്യം. ഈ തിരുവോസ്തിയോളം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെറുതായി, ഈ തിരുവോസ്തിയോളം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് എളിമയുള്ളവനായി ഈ ഒരു നിമിഷം അവൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ രൂപാന്തരപ്പെടാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതത്തെ, എൻ്റെ ഓരോ ഇടങ്ങളെ, എൻ്റെ വ്യക്തി ജീവിതത്തെ, എൻ്റെ ആത്മീയ ജീവിതത്തെ എനിക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? കാരണം ആ ഓരോ സ്നേഹം ഓരോ നിമിഷവും നമ്മൾ നിർബന്ധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഓരോ സാഹചര്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം സ്നേഹമായിരിക്കണം. പൗലോസിലെ കൊറിന്തോസിലെ സഭയ്ക്ക് മാത്രമല്ല, ഓരോ ആൾക്കാരോടും പല ആവർത്തി പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾ വളർന്നാലും എത്രത്തോളം ഉന്നതിയിലെത്തിയാലും സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കാരണം കച്ചവടത്തിൽ പലപ്പോഴും നമുക്കറിയാം, അവരേറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ലാഭമാണ്. സ്നേഹത്തിൽ പലപ്പോഴും ഈ ഒരു ലാഭമില്ല. ഒരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കുമ്പോൾ അത് പരിപൂർണ സ്നേഹമാണെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ തിരിച്ചൊരു കാര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാതെ ഒരു സ്നേഹത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കണം. സ്നേഹം പക്ഷേ ലാഭമൊന്നും ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ ആ ഒരു സ്നേഹബദ്ധത്തിലായിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും സ്നേഹിക്കാം. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹമാകുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാം. സ്നേഹമുള്ളവർ നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലുമായിരുന്നുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. ഈശോയെ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നു